നമ്മൾ മലയാളികൾക്ക് പയറ് വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു മെഴുക്ക് പുരട്ടീൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അതിലോട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള പയറും പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് അതിനെ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വാർന്ന് കിട്ടാനായിട്ട് തുറന്നിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഈ സമയം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതിനെ ഒന്നുകൂടി ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ പയറ് മെഴുക്ക് പുരട്ടി തയ്യാറായി. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.